വാക്തത്വമുള്ളവനെ തകർക്കേണ്ടതിന്, വാക്തത്വമുള്ളവനെ ഉന്മൂലമാക്കേണ്ടതിന് ആമെ പോരാടുന്ന ആ മേഖലകളെ കണ്ടുണരുന്ന ദൈവത്തെ സ്തുതിക്കുകയാ. ഇന്ന് രാത്രിയിൽ നിന്റെ മേൽ പോരാടുമ്പോ പൗലോസ് അതിനെ നോക്കിയിട്ട് പറയാ, ആമേൻ അത് സ്വന്തം വിശ്വാസത്തിന്റെ ആ മൂർത്തിത, ആ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്നൊന്ന് ചിന്തിച്ചേ. പൗലോസ് വിശ്വാസത്തോടെ നോക്കിയിട്ട് പറയാ, ഞാൻ റോമിൽ നിൽക്കുമെന്ന് ദൈവം എന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, ഇതിനൊന്നും എന്നെ തകർക്കാൻ കഴിയില്ല. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമേ, നാം ദൂതും ആലോചനകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. നമ്മുടെ മുമ്പിൽ ഒരു ദൂതുണ്ട്, ദൈവത്തിന്റെ ആലോചനകളുണ്ട്, എത്രയോ ആലോചനകളും വാക്തത്വങ്ങളും നമ്മുടെ മേലുണ്ട് എന്ന് ഇന്ന് രാത്രി നാം ഒന്ന് ശോധന ചെയ്യേണ്ടതാകുന്നു. ആ സ്ഥാനത്തൊക്കെ ദൈവം നമ്മെ ഇത്രത്തോളം നിലനിർത്തിയ അവന്റെ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പൗലോസ് അതിനെ കുടഞ്ഞു കളഞ്ഞു എന്ന തിരുവചനം പറയുന്നത്. ഇന്ന് രാത്രിയിൽ പ്രതികൂലങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് തന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഉറപ്പിന്റെ വിശ്വാസമായിരുന്നു. അല്ലെങ്കിൽ ആമേൻ ഒരു ചെറിയൊരു കാര്യം കണ്ട് പതറിപ്പോകുന്ന വിശ്വാസമല്ല താൻ കണ്ടത്. കാരണം താൻ ദൈവത്തിന്റെ തേജസ് നേരിട്ട് കണ്ടവനാ പൗലോസ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കും ദൈവത്തിലെ പ്രതികൂലം നമ്മുടെ നേരെ വരുമ്പോൾ, പ്രതിബന്ധനങ്ങൾ വരുമ്പോൾ നാം എന്ത് ചെയ്യും? പതറിപ്പോവുകയല്ല ചെയ്യേണ്ടത്. നാം വിശ്വാസം വിളിച്ച ദൈവം വിശ്വസ്തനെന്നുക. യാമേനാളിത്തോളം വിശ്വാസത്തിന്റെ പടനായകനാണ് പൗലോസ്. രണ്ടാമത്തത് പത്രോസാണ്. നിങ്ങൾ പത്രോസിന്റെ ലേഖനം നോക്കിക്കേ. പത്രോസ് മുഴുവനും പ്രത്യാശയെ കുറിച്ചാ പറയുന്നത്. എന്താ പ്രത്യാശ? നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യാശയുണ്ട്. ആമേൻ മഹത്വ പ്രത്യക്ഷതയിൽ യേശു പ്രത്യക്ഷനാകും, അവനോടുകൂടി ഞാൻ പ്രത്യക്ഷതയിൽ ആമേൻ പോകുമെന്ന നമ്മുടെ പ്രത്യാശ. നമ്മൾ ഈ ലോകത്തിലെ ആമേൻ ഒന്നിനും ആമേൻ കണ്ടുകൊണ്ടല്ല നമ്മുടെ പ്രത്യാശ നിൽക്കേണ്ടത്. നമുക്ക് വരുവാനിരിക്കുന്ന മഹിമയോർത്ത് നമ്മുടെ പ്രത്യാശ വർദ്ധിക്കണം. പൗലോസിന് ഭയങ്കര പ്രത്യാശയാണ് തന്റെ ഹൃദയത്തിൽ. ആമേൻ പത്രോസിന്റെ പ്രത്യാശയാണ്. എന്നാൽ ആമേൻ യാക്കോബിന്റെ ലേഖനങ്ങൾ പറയുന്ന പ്രത്യാശയമല്ല, ആമെ വിശ്വാസമല്ല. അദ്ദേഹത്തിന്റെ ആമെ ലേഖനങ്ങൾ ആമെ പ്രവൃത്തിയെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി വേണം. ആമെ പ്രവൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ, പ്രത്യാശയും വിശ്വാസവും മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തിയും കൂടെ ഉണ്ടാകണം. പ്രവൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ, നിലനിൽക്കാനൊക്കത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ യാത്രകളിൽ നമുക്കൊരു പ്രവൃത്തി ഉണ്ടാകണം. നാലാമത്തെ ലേഖകനാണ് യോഹന്നാൻ. യോഹന്നാന്റെ ലേഖനം മുഴുവനും സ്നേഹത്തെക്കുറിച്ചാണ്. അവിടെ പ്രത്യാശയെക്കുറിച്ചല്ല, അവിടെ വിശ്വാസത്തെക്കുറിച്ചല്ല, അവിടെ ആമേനാല് സ്വന്തം പ്രവൃത്തിയെക്കുറിച്ചല്ല, സ്നേഹത്തെക്കുറിച്ചാ. നമുക്കെല്ലാം ഉണ്ടെങ്കിലും സ്നേഹം നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ സ്നേഹിക്കുന്നവരായിരിക്കണം. ചിലർ കണ്ടിട്ടില്ല, സ്നേഹമില്ല, ആമെ തമ്മിൽ ഐക്യതയില്ല, ആമെ മിണ്ടില്ല, ആമേൻ സ്നേഹമില്ലാത്ത അനുഭവമാണ്. എന്നാൽ നാം സ്നേഹമുള്ളവരായിരിക്കണം. നമ്മളോട് മിണ്ടിയില്ലെങ്കിലും നമ്മൾ മിണ്ടണം. ആമേൻ നമ്മളോട് ആമേൻ സഹകരിച്ചില്ലെങ്കിലും നമ്മൾ സഹകരിക്കണം. നമുക്ക് സ്നേഹമുണ്ടായിരിക്കണം. നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, നാം കാണുന്നവരെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആമേൻ നമുക്ക് യാതൊരു വിലയുമില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കും ദൈവം ഇതിലെ ഇന്നാലും ഒത്തടങ്ങിയ ഒരു മനുഷ്യനോട് ദൈവത്തിന്റെ ആത്മാവ് പറയാ, ആമേൻ നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികം ഞാൻ നിനക്ക് തരും. എന്താണ് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികം? ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആമേൻ ആദ്യ സ്വന്തം എനിക്ക് ഇതിനകത്ത് അറിയാവുന്നത് കർത്താവിന്റെ ദാസൻ ഷാൽ പാഷയാണ്. ആമേൻ അദ്ദേഹത്തോട് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ അങ്ങ് തീരുമാനിക്കുക. ഞാൻ ചോദിക്കാനായിട്ട് ആമേൻ ചില നന്മകൾ ചോദിക്കാൻ തീരുമാനിക്കുന്നു. ആമേൻ എന്റെ മനസ്സിലൊരു കണക്കുകൂട്ടലുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ചെല്ലുമ്പോൾ ആമേൻ അദ്ദേഹം എന്നോട് പറയാ, ഞാൻ അങ്ങേ കാണാനിരിക്കുകയായിരുന്നു ആമേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആമേൻ ഞാൻ നനച്ചതിലും ചോദിച്ചതിലും അധികം തരാൻ ആമേ കഴിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാ ഇന്ന് രാത്രിയിലായിരിക്കുന്നത്. ദൈവവേദന, നീ എന്താണ് ദൈവത്തോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്? നിന്റെ സങ്കടങ്ങൾ, നിന്റെ വേദനകൾ, നിന്റെ ഭാരങ്ങൾ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് ഇന്ന് രാത്രിയിലായിരിക്കുന്നത്. ദൈവത്തിനൊന്നും അസാധ്യമായത്, ദൈവത്തിനെല്ലാം സാധ്യമാണ്. ദൈവം സകലം ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികം ഞാൻ തരും. ആമേ തരുവാൻ കഴിയുന്ന ഒരു പരിശുദ്ധാത്മാവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രിയിൽ ആമേനാല് എന്നെ കേൾക്കും ദൈവത്തിലെ നീ എന്താണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്? ആമേനാലിലെ സ്വന്തം നമുക്കറിയാം. ആമേൻ പ്രസിദ്ധനായിരിക്കുന്ന റിനാർഡ് ബോംഗെ, ആമേ ഒരിക്കൽ അദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ വായിക്കുമ്പോൾ അദ്ദേഹം ദൈവത്തോടൊരു കാര്യം ചോദിക്കുക. ചോദ്യം ഇങ്ങനെയാണ്, ദൈവത്തോട് ചോദിക്കുക, ദൈവമേ എനിക്കൊരു ഡൈനിങ് ടേബിൾ തരണം. ഒരു ഡൈനിങ് ടേബിൾ തരണമെന്ന് പറഞ്ഞ ഒരു
1 വർഷത്തോളം അദ്ദേഹം പ്രാർത്ഥിക്കുവാനിടയായി തോന്നും. എന്തിനു വേണ്ടിയാണെന്ന് ഒരു ഡൈനിങ് ടേബിളിന് വേണ്ടി. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ കർത്താവിന്റെ ദാസന് 1 വർഷമായിട്ടും ഡൈനിങ് ടേബിൾ കിട്ടിയില്ല. കിട്ടാതെ വന്നപ്പോൾ ദൈവത്തോട് ദേഷ്യം തോന്നി. ഉടനെ ദൈവത്തോട് പറഞ്ഞു, ഇനി ഞാൻ നിന്നെ പ്രസംഗിക്കത്തില്ല, നിന്നെ എനിക്ക് ആവശ്യമില്ല, ഞാൻ നിന്നോട് പ്രസംഗിക്കുന്ന പരിപാടിയില്ല. കാരണം നീ എനിക്ക് ഡൈനിങ് ടേബിൾ തന്നില്ല. ഒരു ഡൈനിങ് ടേബിൾ പോലും തരാൻ കഴിയാത്തൊരു ദൈവത്തെ ഞാൻ എങ്ങനെയാ പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം ദൈവത്തോട് പിണങ്ങുവാനിടയായി. എന്നാൽ അർദ്ധരാത്രി ദൈവം റിനാൽബോങ്കെ വിളിച്ചു. റിനാൽബോങ്കെ, നീ എന്താ എന്നോട് പിണങ്ങിയേ എന്ന് ചോദിച്ചപ്പോൾ, ദൈവമേ, നീ ഡൈനിങ് ടേബിൾ തന്നില്ലല്ലോ, ഞാൻ നിന്നോട് ചോദിച്ചില്ലേ, നീ തന്നില്ല, എന്താ തരാഞ്ഞേ എന്ന് ചോദിച്ചപ്പം ദൈവം പറഞ്ഞു, ഞാനൊരു കാര്യം നിന്നോട് പറയാം, നീ അത് കേട്ടിട്ട് നിന്റെ ഭാഗത്താണോ തെറ്റ്, എന്റെ ഭാഗത്താണോ തെറ്റ് എന്ന് നീ പറയണം. അപ്പം റിനാൽബോ ചോദിച്ചു, എന്താ കാര്യം? ദൈവം പറഞ്ഞു, ഡൈനിങ് ടേബിൾ നീ ചോദിച്ചു, ഏത് ഡൈനിങ് ടേബിൾ വേണമെന്ന് നീ എന്നോട് ചോദിച്ചോ? നീ ചോദിച്ചത് ഡൈനിങ് ടേബിളാ. ഡൈനിങ് ടേബിൾ പല വിധത്തിലുണ്ട്, പല മാധ്യമങ്ങളിലുണ്ട്. സ്വന്തം ഇരുമ്പിലുണ്ട്, ഗ്ലാസിലുണ്ട്, തേക്കിലുണ്ട്, ഈട്ടിയിലുണ്ട്, വട്ടയിലുണ്ട്, അല്ലെങ്കിൽ സ്വന്തം പ്ലൈവുഡിലുണ്ട്. നിനക്ക് ഏതാ വേണ്ടിയെന്ന് നീ എന്നോട് ചോദിച്ചോ? നീ എന്നോട് ചോദിക്കാതെ നീ ഇന്നത് വേണമെന്ന് എന്നോട് പറഞ്ഞില്ല. നീ ഇന്ന ഡൈനിങ് ടേബിൾ വേണമെന്ന് എന്നോട് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. അതിന്റെ മാതൃക എന്നെ കാണിച്ചോ? ഇല്ല. പിന്നെ എന്താ നീ എന്നോട് പിണങ്ങിയേ? ഞാൻ നിനക്ക് തരികാന്ന് വെച്ചു. ഞാനൊരു ഒരു പ്രൈവറ്റിന്റെ ഒന്നും തന്നാൽ അത് കുത്തിപ്പോവുകയും ചെയ്യും, നീ എന്നെ കുറ്റം പറയും. നീ പറയല്ലേ, ആ ദൈവം തന്നത് കണ്ടില്ലേ, പോയില്ലേ എന്ന് ചോദിക്കല്ലേ. എന്നാൽ നീ എന്താണ് എന്നോട് ചോദിക്കാഞ്ഞത്? ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കും ദൈവത്തിലെ, നിന്റെ ഉള്ളിലൊരു പ്ലാൻ ഉണ്ട്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ് നൽകുന്നത്. നീ എന്താണ് ആഗ്രഹിക്കുന്നത് അത് തരാനാണ് ദൈവം ഇന്ന് രാത്രിയിൽ നിന്നിൽ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ദൈവത്തോട് നമുക്ക് ചോദിക്കാൻ അർഹതയുണ്ട്. ഇന്ന് രാത്രിയിൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികം തരുമെന്ന് ഈ തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു കാര്യം പറയാം, ദൈവത്തിലെ നീ ചോദിക്കുക, നിന്റെ ആവശ്യം ദൈവത്തോട് പറ, നിന്റെ പ്ലാൻ ദൈവത്തിന്റെ മുമ്പിൽ വെക്കുക, നിന്റെ പ്ലാൻ പ്രകാരം നീ ദൈവത്തോട് ചോദിക്കുക. ദൈവം നിനക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി ആരാധിക്കുന്നത്. അപ്പൊ നമ്മുടെ കുഴപ്പമാണല്ലേ, നമ്മൾ ചോദിക്കുന്നത് എന്താ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കാൻ ഒന്നും തയ്യാറായാതിരുന്നാൽ എങ്ങനെയാണ് അനുഗ്രഹം നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത്? ഇന്ന് രാത്രി നമുക്കൊന്ന് ചോദിക്കാം ദൈവസന്നിധിയിൽ. ദൈവത്തോട് ചോദിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുകയാണ്. ഇന്ന് രാത്രി ഈ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായി ദൈവം തരും. എങ്ങനെ തരും? എന്താണ് ചോദിക്കുന്നത്? അതിനേക്കാൾ അധികമായി തരും. ഇന്ന് രാത്രിയിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ് നമ്മൾ അതിനെ ആധാരമായി എടുക്കുന്നത്. നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വാക്യമാണ്, നമ്മൾ വായിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. ആ വാക്യത്തിൽ നിന്നാണ് ഇന്ന് രാത്രി നമുക്ക് ചിന്തിപ്പാൻ ഇരിക്കുന്നത്. സ്വന്തം അവിടെ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരുടെ ഒരുത്തി സ്വന്തം അവൾ ഏലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായിരുന്നു എന്റെ ഭർത്താവ് മരിച്ചുപോയി. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എന്ത് ചെയ്തു? മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനെന്ന് നീ അറിയുന്നില്ലേ? അപ്പൊ ഭക്തനായിരുന്നു അദ്ദേഹം. ഇന്ന് രാത്രി ഭക്തനല്ലാത്തത് കൊണ്ടല്ല കടം വന്നത്, ഭക്തനാണ് അദ്ദേഹം. ഒരു ബാധ്യതകളും പ്രയാസങ്ങളും ഒക്കെ ഭക്തന്മാർക്കുണ്ടാകും, പ്രയാസമുണ്ടാകും, പ്രതിബന്ധനങ്ങൾ ഉണ്ടാകും. നമുക്കെല്ലാവർക്കും ഈ ജീവിതത്തിൽ എല്ലാ ബാധ്യതകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമുക്കുണ്ട്. ഇവിടെ നോക്കണ ഒരു ഭക്തനാണ് ആ മനുഷ്യൻ. ഭക്തനാണെന്ന് ആരോടാ പറയുന്നത്? ഏലീശയോടാണ് പറയുന്നത്. ഏലീശേ, നിന്റെ ദാസനായിരുന്നു അദ്ദേഹം ഭക്തനായിരുന്നു, മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ജീവിച്ചിരുന്നത് ദൈവത്തിന് വേണ്ടിയും ആരോടെ മുമ്പിൽ തല കുനിയാതെയും ആരോടും പോയി സ്വന്തം അന്യായമായി മേടിക്കാതെയും ഒക്കെ ജീവിച്ചൊരു മനുഷ്യൻ. ആ മനുഷ്യൻ പലപ്പോഴും അദ്ദേഹത്തിന് ഞെരുക്കങ്ങളും ഭാരവും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തിന് ഒരുപക്ഷെ നന്മ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിനക്ക് ആ നന്മ അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിന്റെ തലമുറയ്ക്ക് ദൈവം ആ നന്മ തരും. നിന്റെ തലമുറയെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാ ഇന്ന് രാത്രി നീ ആയിരിക്കുന്നത്. കുഞ്ഞെ, നീ കരഞ്ഞതും നിലവിളിച്ചതും, നീ ദൈവസന്നിധിയിൽ ഇരുന്നതും, നീ പ്രാർത്ഥിച്ചതും, നീ ദൈവത്തിന് വേണ്ടി ചെയ്തതും, നീ ചിലവിട്ടതും, ദൈവം മുമ്പാകെ കരഞ്ഞതുമൊക്കെ ഒരു നാൾ ദൈവം നിനക്ക് വേണ്ടി നിന്റെ തലമുറയെ ദൈവം അത് കാണിക്കാതെ വിടുന്ന ദൈവമല്ല.
ഇന്ന് രാത്രി ഈ ഭക്തനായ മനുഷ്യൻ മരിച്ചുപോയെങ്കിലും അവന്റെ തലമുറ ചില നന്മകൾ അനുഭവിക്കുവാനും ചില നന്മകൾ കാണാനും ദൈവം എന്ത് ചെയ്യാണ്? അവന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവയുടെ അബ്രഹാം തന്റെ അനുസ്വന്തം അവന്റെ കയ്യിൽ എന്ത് ചെയ്തു? ആഹാറിന്റെ കയ്യിൽ അപ്പവും തുരുത്തിയിലെ വെള്ളമൊക്കെ കൊടുത്തു വിട്ടു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കൊടുത്തുവിട്ട സാധനം തീർന്നു പോകും. മനുഷ്യൻ കരുതിയ കരുതൽ പലപ്പോഴും നിന്നുപോകും. മനുഷ്യന്റെ കരുതൽ പലപ്പോഴും അടഞ്ഞു പോകും. മനുഷ്യന്റെ കരുതൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകും. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരു കാര്യമുണ്ട്. മനുഷ്യൻ കൊടുത്തുവിട്ട അബ്രഹാം കൊടുത്തുവിട്ട അപ്പം തീർന്നുപോയി. അബ്രഹാം കൊടുത്തുവിട്ട വെള്ളം തീർന്നുപോയി. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരു ദൂത് പറയട്ടെ. ആ മരുഭൂമിയിൽ നിനക്ക് വേണ്ടി മരുഭൂമിയിൽ എന്ത് ചെയ്തു? ഒരു നീരുറവ ദൈവം തുറന്നത്. ഇന്ന് 1000 അല്ല, കോടിയല്ല, എത്ര ജനം പോയി കോരിയാലും തീരാത്ത നിലയിൽ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു ദൂത് പറയാം. ദൈവം കരുതുന്നത് ചെറുതായിട്ടല്ല. നീ ദൈവത്തെ ചെറുതായിട്ട് കാണാതെ കുഞ്ഞെ, നിന്റെ പരിമിതിക്കകത്ത് നീ ദൈവത്തെ ഒതുക്കരുത്. നിന്റെ പരിമിതിക്കകത്ത് നീ ദൈവത്തെ കാണാതെ ദൈവത്തിന്റെ പരിമിതിക്കകത്ത് കാണ്. ദൈവത്തിന്റെ പ്ലാനിൽ കാണ്. ദൈവത്തിൻ്റെതായ അവസ്ഥയെ കാണ്. അവൻ സർവ്വലോകത്തിന്റെ നാഥനാണ്. അവൻ സർവ്വതും ചെയ്യാൻ കഴിവുള്ളവനാണ്. ഇന്ന് രാത്രിയിൽ നിന്റെ വിഷയത്തിന്റെ മേൽ അവന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് ഇന്ന് രാത്രി നാം ആയിരിക്കുന്നത്. നിങ്ങൾ നോക്കണമേ, ഈ മനുഷ്യൻ ദൈവഭക്തനാണ്. അദ്ദേഹത്തിന്റെ മക്കളെ കടക്കാര് പിടിച്ചുകൊണ്ടു പോകാൻ വന്നിരിക്കുന്നുവെന്നാണ് ആ വാക്യം വായിക്കുന്നത്. സ്വന്തം നമുക്കറിയാം, കടക്കാരെ ഒന്നും പിടിച്ചുകൊണ്ട് പോകത്തില്ല മക്കളെ. പക്ഷെ ഇവിടെ പറയുന്നു കടക്കാര് മക്കളെ പിടിച്ചുകൊണ്ട് പോവുക. നാം ലോൺ എടുത്ത ഉടനെ നമ്മുടെ മക്കളെ വന്ന് പിടിക്കുകയല്ല. പിന്നെ എന്താ അതിന്റെ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭർത്താവ് അവിടെ മരിച്ചുപോയി. ഇനി അവൾക്കുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് അവിടെ തലമുറയാണ്. ആ തലമുറയുടെ നന്മ പോലും വെളിപ്പെടരുതോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമേ, നിന്റെ തലമുറയുടെ നന്മ പോലും വെളിപ്പെടാൻ കഴിയാതെ നിന്നെ ഒതുക്കുന്ന മേഖലകളിൽ നിന്റെ തലമുറയെ പിടിച്ചു കെട്ടി അതിന്റെ നന്മ പോലും അനുഭവിക്കാൻ കഴിയാതെ പോരാടുന്ന സകലത്തിന്റെ മേലും ജയമെടുക്കുന്ന ദൈവീക കൃപ ഇന്ന് രാത്രി ആരാധിക്കാൻ നാം തയ്യാറാണെങ്കിൽ ചില ദൈവപ്രവൃത്തി നിന്റെ മണ്ഡലത്തിനകത്ത് വെളിപ്പെടും. ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവീക സന്ദേശത്തിനകത്ത്, ദൈവീക വാക്തത്വത്തിനകത്ത് ഇന്ന് രാത്രിയിൽ യഹോവയുടെ പ്രവൃത്തി വെളിപ്പെടുകയാ. നിന്റെ തലമുറയെ ഒതുക്കുന്ന, നിന്റെ തലമുറയെ ഇല്ലായ്മ ചെയ്യുന്ന അവരുടെ നന്മകളെ വെളിപ്പെടുവാൻ കഴിയാതെ ഒതുക്കി വെക്കുന്ന ചില മേഖലകളെ ദൈവാത്മാവ് ഇന്ന് രാത്രി ദർശിക്കുകയാ. ദൂത് വിളിച്ചു പറയുകയാ. ഇന്ന് രാത്രി ആരാധിക്കാൻ തയ്യാറായാൽ യഹോവയുടെ മഹത്വം ഇന്ന് രാത്രിയിൽ വെളിപ്പെടുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ നോക്കണേ, തലമുറയെ പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞ ഈ തലമുറയില ഇന്ന് രാത്രി നമ്മളും വലിയ പ്രതീക്ഷകളിലായിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിപ്പോവുകയാണ്. പലപ്പോഴും നമ്മുടെ കണക്കൂട്ടിലൊക്കെ തെറ്റിപ്പോവുകയാണ്. പലപ്പോഴും നമ്മുടെ ആ അവസ്ഥയൊക്കെ എന്ത് ചെയ്യാം, മാറിപ്പോവുകയാണ്. നമുക്ക് വളരെ കണക്കൂട്ടലുണ്ട്, നമുക്ക് വളരെ കണക്കൂട്ടിലാണ് നാം ജീവിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, പലപ്പോഴും നമ്മുടെ ഇവിടെ കണക്കൂട്ട് തെറ്റിപ്പോയി. കാരണം ഇവിടെ തലമുറ എന്ത് ചെയ്യുക, പിടിച്ചുകൊണ്ടുപോകാൻ വന്നിരിക്കുക. അങ്ങനെ പിടിച്ചുകൊണ്ടുപോകാൻ വന്നിരിക്കുമ്പോൾ ഏലീശയിലേക്ക് ഓടിച്ചെല്ലുക. ഏലീശ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് ചോദിച്ചു നോക്കിയേ. ഒരു ദൈവദാസന്റെ അടുത്ത് നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ പറയുക, നിങ്ങളുടെ വേദനകൾ പറയുക, നിങ്ങളുടെ പ്രയാസം പറയുക. നിങ്ങൾ വന്നിട്ട് പറയാ, എന്റെ പൊന്നെ എനിക്ക് വേദനയുണ്ട്, എനിക്ക് സങ്കടമാണ്, ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ ഉടനെ ആ മനുഷ്യൻ ചോദിക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നല്ല, നമുക്ക് ഒരുമിച്ച് എന്ന് പ്രാർത്ഥിക്കാം എന്നാ പറയണ്ടേ. പക്ഷെ എലീശ ചോദിച്ചെന്താ അറിയോ, ഞാൻ നിനക്ക് എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ അർത്ഥം ഞാൻ നിനക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ അതിനർത്ഥമുണ്ട്. ആ ചോദ്യത്തിന് വളരെ പ്രസിദ്ധമുണ്ട്. അപ്പൊ എലീശ ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? അപ്പോഴാണ് എലീശയോട് പറയുന്നത്, എലീശ അടുത്ത ചോദ്യം, നിന്റെ പക്കൽ എന്തുണ്ട്? അതൊരു പ്രസിദ്ധമായ ചോദ്യമാണ്. നിന്റെ പക്കൽ എന്താ ഉള്ളത്? നമ്മളാണെ പറയും, ഒന്നുമില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ ശൂന്യമായിരിക്കുക, എനിക്കൊന്നും തരാനില്ല പാസ്റ്റേ, എന്റെ കയ്യിൽ ഒന്നും ഇല്ല, എനിക്കൊന്നുമില്ല. ഉണ്ടെങ്കിലും പറയില്ലെന്നേ പറയുള്ളൂ. ഉണ്ടെങ്കിലും ഇല്ല എന്നുള്ള വാക്കാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. പക്ഷെ ഇവിടെ നോക്കിക്കേ, അത്രയും ബാധ്യതയുടെ ഇടയിലും അവളോട് ചോദിച്ചു, നിന്റെ പക്കൽ എന്തുണ്ടെന്ന് ചോദിച്ചപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു പദമാണ്,
നമ്മൾ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ഇരുന്ന് പ്രാപിച്ച ചില നന്മകൾ, ചില ആ കൃപകൾ, ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ഒന്നും താലന്തായി ഉപയോഗിക്കത്തില്ല. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് ഭരണിക്കകത്ത് അടച്ച് ആരും കാണാതെ നമ്മൾ വെച്ചിരിക്കുക. ഇന്ന് രാത്രി അതെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആമേൻ സ്വന്തം ഈ എണ്ണ എന്ന് പറയുന്ന അഭിഷേകത്തെ കാണിക്കുകയാണ്. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവിക കൃപ മറ്റുള്ളവരിലേക്ക് പകരാൻ നാം തയ്യാറാകണം. അവിടെ പകരുമ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുന്നത്. ആ മഹത്വം നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ദൈവിക കൃപയോടുന്ന് വെളിപ്പെടണം. ഇങ്ങനെ ഭാഗത്ത് വരാം. ഇന്ന് രാത്രിയിൽ സ്വന്തം അവളോട് ചോദിക്കാം, നിന്റെ പക്കൽ എന്തുണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, ഒരു ഭരണി എണ്ണയുണ്ട്. എന്നാൽ ഏലിശ പറയാ, നീ അയലോക്കത്തി എന്ന് എന്ത് ചെയ്യണം? പാത്രങ്ങൾ, വെറും പാത്രങ്ങൾ വാങ്ങണം. വാങ്ങിക്കൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യണം? വാങ്ങണമെന്ന് പറഞ്ഞു. ഞാനാണ് ചോദിച്ചത്, എന്റെ പൊന്ന് ഏലിശേ, എനിക്ക് അയലോക്കത്തൊന്നും ചെന്ന് പാത്രം വാങ്ങിക്കാനുള്ളത് പറ്റത്തില്ല. ഞാൻ എവിടെയെങ്കിലും ദൂരെ എവിടെയെങ്കിലും പോയി എന്ത് ചെയ്തോളാം? വാങ്ങിച്ചോളാം. ഞാൻ സ്വന്തമില്ലെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള വലിയ കടയിലൊക്കെ പോയി വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് നമ്മൾ തടി തപ്പിയാനെ. കാരണം അയലോക്കത്തൊന്നും എന്ത് ചെയ്യാനൊക്കത്തില്ല, നമുക്ക് പാത്രം വാങ്ങാൻ പറ്റത്തില്ലാത്ത സ്ഥിതിയാണ്. എന്ത് ചെയ്യും, എന്ത് സംഭവിക്കുമെന്ന് തുകച്ചു നോക്കുന്ന ഒരു ജനത്തിന്റെ നടുവിലാണ് ജീവിക്കുന്നത്. എങ്ങനെ പാത്രം അയലോക്കത്തിൽ എന്ന് വാങ്ങിക്കാനൊക്കത്തില്ല. അയലോക്കത്ത് പാത്രം വാങ്ങിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചു നോക്കിയോ? ഒരു വീട്ടിലേക്ക് കയറി ചെന്നു. ഈ സ്ത്രീ ചെന്നിട്ട് പറയാ, എനിക്കൊരു പാത്രം വേണം, ഒരു അണ്ടാവ് വേണം. അണ്ടാവ് തരുമോ എന്ന് ചോദിച്ചാൽ ഒരുത്തരും എന്ത് ചെയ്യത്തില്ല. എന്തിനാണെന്ന് ചോദിക്കാതെ ഒരു പാത്രം കൊടുക്കത്തില്ല. എന്തിനാന്ന് ചോദിക്കും. ആദ്യം ചോദ്യം എന്തിനാ പാത്രം? പാത്രത്തിന് എന്തിനാണ് പാത്രം? വീട്ടിൽ വല്ല വിരുന്നുണ്ടോ? ഇല്ല. വല്ല പരിപാടി ഉണ്ടോ? ഒന്നുമില്ല. പിന്നെന്തിനാ പാത്രം എന്തിനാണ് എന്ന് ചോദിക്കും. എന്നാലും ഈ പുള്ളിക്കാരി പറയാതിരിക്കാനൊക്കത്തില്ല, പറയും. ഇതുപോലെ എന്റെ ഭർത്താവ് മരിച്ചുപോയി, എനിക്ക് കടബാധ്യത നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ എന്റെ അയലോക്കംകാരല്ലേ, നിങ്ങൾക്കറിയത്തില്ലേ? എന്റെ കടക്കാരൻ എന്റെ മക്കളെ പിടിച്ചോണ്ട് പോകാൻ വന്നു. എന്നാലും ഞാൻ എലീഷയുടെ അടുക്ക പോയി. എലീഷ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, നിന്റെ പക്കൽ എന്തുണ്ടെന്ന് പറഞ്ഞു, എണ്ണയുണ്ടെന്ന് പറഞ്ഞു, നീ അയലോക്കത്ത് പോയി പാത്രം വാങ്ങിക്കാൻ പറഞ്ഞു. വാങ്ങിച്ചിട്ട് പകരാൻ എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസമില്ലാത്ത ഒരു വ്യക്തി ഇത് കേൾക്കുന്നെങ്കിൽ ആ വ്യക്തിയുടെ വാക്ക് എന്തായിരിക്കും? അവരന്നേരം പറയും, എന്റെ പൊന്നു കുഞ്ഞെ, നീ എന്ത് ഈ വട്ടത്തരം പറയുന്നേ? എണ്ണ ഒരിക്കലും അങ്ങനെയൊന്നും പകരാനൊക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ ആ നിരാശ ഉളവാക്കുകയാണ്. സ്വന്തം ഞാൻ ആദ്യം പറഞ്ഞു, ഒന്ന്, ഇവൾ ഏലിശയെ വിശ്വസിച്ചിരുന്നു. ഇവൾ വിശ്വസിച്ചു. രണ്ട്, ഇവൾക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. മൂന്ന്, ഇവൾക്ക് പ്രവൃത്തിയുള്ളവളാ. ഇവളുടെ പ്രവൃത്തിയാണ് അവിടെ ഭർത്താവ് ഭക്തനാണെന്ന് തെളിയുന്നത്. പ്രവൃത്തി ഉണ്ടായിരുന്നു. അവൾ ഏലിശയെ സ്നേഹിച്ചിരുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സ്വന്തം 4 കൂട്ടമുണ്ട്. ഒന്ന് വിശ്വാസത്തോടെ വന്നു ഏലിശയുടെ അടുക്കൽ. ഇന്ന് രാത്രി ഈ സന്ദേശം നാം കേൾക്കുന്നത് ഒരു കഥ കേൾക്കുന്നത് പോലെ ജൂമിറ്റിയിൽ ആരെ മുഖം കാണാനൊക്കാതെയാ കേൾക്കുന്ന നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചോണം. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ ഏത് വിഷയത്തിന്റെ മുമ്പിലാ ഇന്ന് രാത്രിയിൽ ആയിരിക്കുന്നത്? ഏത് ഭാരത്തിന്റെ മുമ്പിലാണ്? ആ വിഷയത്തിന്റെ മേലെ യഹോവയുടെ സാന്നിധ്യം വെളിപ്പെടും. യഹോവയുടെ കൃപ ഇന്ന് രാത്രി വെളിപ്പെടേണ്ടതിന് ഇന്ന് രാത്രി നോക്കിക്കേ. ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചേ, അടുത്ത പാത്രം വാങ്ങിക്കാൻ അടുത്ത വീട്ടിൽ പോവോ? ഒരിക്കലും പോകത്തില്ല. ഒരു മനുഷ്യനും പോവില്ല. എന്താ കാര്യം എന്നറിയോ? അടുത്ത വീട്ടിൽ എങ്ങനെ പോകും? ഇതല്ലേ അവസ്ഥ. സ്വന്തം ഒന്നാമത്തെ വീട്ടിൽ ചെന്നപ്പോഴേ നിരാശയുടെ വാക്ക. നമ്മൾ വലിയ പ്രത്യാശയോടെ ഇരിക്കുന്നത്. ഭക്തൻ പറഞ്ഞ വാക്ക് കേട്ടിട്ട് നമ്മുടെ ഉള്ളിൽ വലിയ പ്രത്യാശ നിറഞ്ഞിരിക്കുക. ഭക്തന്റെ വാക്ക് കേട്ട് ഭയാനകമായ പ്രത്യാശയില്ല. എന്താ പ്രത്യാശ? ഇന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന പ്രത്യാശയോടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ത്രീയെ അവളോട് പറയുന്ന ഈ വാക്ക് കേട്ടിട്ട് സ്വന്തം നിരാശയുടെ വാക്ക് പലപ്പോഴും നിനക്കൊരു വഴി തുറക്കും, നിന്റെ ജീവിതം രക്ഷപ്പെടും, നിനക്ക് ദൈവത്തിന്റെ വാക്തത്വം വെളിപ്പെടും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ദൈവിക ദൂതുകൾ കേട്ടിട്ട് പലപ്പോഴും പിശാച് നമ്മോട് പറയാ, ഇതൊക്കെ നടക്കുന്ന കാര്യമല്ല, ഇതൊന്നും സംഭവിക്കത്തില്ല, ഇതൊന്നും പറ്റുകയില്ല എന്ന് നിന്റെ ഹൃദയം നിന്നോട് പറയുമ്പോൾ ഇന്ന് രാത്രിയിൽ അതിനെ ശാസിച്ചിട്ട് വാക്തത്വം പറഞ്ഞ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞ ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി അവൾ പറഞ്ഞു കാണും. അവൾ പറഞ്ഞ, അമ്മാമേ, പാത്രം തരാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി തരാൻ നിനക്ക് മനസ്സുണ്ട്, തരിക. എന്തിനാണെന്നറിയോ? എനിക്ക് ചിലത് എന്നോട് പറഞ്ഞവൻ വിശ്വസ്തനാണ്, അവൻ കൈവിടുന്ന ദൈവമല്ല.
ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെ നിന്നെ ദൂത് നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ആലോചന നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, പറഞ്ഞവരെ വിശ്വസിക്കുക. മറ്റുള്ളവർക്ക് ചെവി കൊടുക്കാതെ, മറ്റുള്ളവരെന്ത് പറയുന്നു, മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, മറ്റുള്ളവരെന്താണ് നിന്നോട് പറയാൻ പോകുന്നത്, ഇതൊന്നും ചിന്തിക്കാതെ ഇന്ന് രാത്രിയിൽ നിനക്ക് പറയാൻ കഴിയുമോ? പറഞ്ഞ ദൈവം വിശ്വസ്തന, അവൻ ചെയ്യാൻ കഴിവുള്ള ദൈവത്തിന്റെ മുമ്പില്. ഇന്ന് രാത്രിയിൽ നാം ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവ് അത്ഭുതം ചെയ്യാൻ കഴിവുള്ളവന്, ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ് എന്ന് നിങ്ങൾ നോക്കിയാൽ നമ്മളെ നിരാശപ്പെടുത്തും. പല ദൂതുകളൊക്കെ നമ്മളെ കേൾപ്പിക്കും. ദൈവീയ ആലോചന നമുക്കൊന്നും പല ദൂതുകളൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന ദൂതുകളൊന്നുമല്ല. ദൈവത്തിന്റെ ദൂതുകൾ അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ എണ്ണ പകരുമെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും വിശ്വസനീയമായ കാര്യമല്ല മാനുഷികമായി. പക്ഷേ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഇന്ന് രാത്രി ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവം അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് ഇന്ന് രാത്രിയിലായിരിക്കുന്നത്. ആ സ്ത്രീ പറഞ്ഞു കാണും, അവൾ പറഞ്ഞു, ഇതാ എന്തുകൊണ്ടാണ് ഇവളോട് അയലോക്കത്തുനിന്ന് മാത്രം വാങ്ങിക്കാൻ പറഞ്ഞത്? നിന്നെ കളിയാക്കുന്ന ചില ആൾക്കാരുണ്ട്. ആമേനാടിയെ പരിഹസിക്കുന്ന ചിലരുണ്ട്. നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചോണ്ട് ഉള്ളുകൊണ്ട് പിറുപിറുക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. അവരുടെ മുമ്പിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് ചിലപ്പോ ഒക്കെ പറയാറുണ്ട്, നീ ബന്ധക്കോസിൽ പോവുക, നീ പ്രാർത്ഥിക്കാൻ പോവുക, നിനക്ക് എന്താണ് എന്താ ദൈവം നിനക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പരിഹസിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഈ കുടുംബത്തെ കുറിച്ച് പറഞ്ഞാണ്, രാവിലെ പുസ്തകം എടുത്തുകൊണ്ട് പോവുക, അവൻ കർത്താവിന്റെ വേലയാണെന്ന് പറഞ്ഞു. അവന്റെ കുടുംബത്തെ പോലും നോക്കുന്നില്ല, അവന്റെ ഭാര്യയെ നോക്കുന്നില്ല, അവന്റെ മക്കളെ നോക്കുന്നില്ല. ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞ് പരിഹസിച്ച ചില വ്യക്തി ജീവിതത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനാ ഇത് ദൈവം ചെയ്തത്. ഇന്ന് രാത്രിയിൽ ഇത് ഓരോ വീടിലും കയറി ഇറങ്ങുമ്പോൾ, അയലോക്കത്തെ ഓരോ വീട്ടിലും പാത്രം ചോദിക്കുമ്പോൾ ഇത് പറഞ്ഞ അവൾ വാങ്ങിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതാരാണ് ചെയ്തത്? നിന്ദിച്ച ദൈവത്തിന്റെ മഹത്വം നിന്റെ ഭവനത്തിന്റെ ഉള്ളറയ്ക്കകത്ത് വെളിപ്പെടുമെന്നും, സേവിച്ചവനും പ്രാർത്ഥിച്ചവന്റെയും നന്മ വെളിപ്പെടുന്നത് എങ്ങനെയെന്ന് പരിഹസിച്ച ജനം കാണേണ്ടതിന് യഹോവയുടെ വലിയ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ഇന്ന് രാത്രിയിൽ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യനോട് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ദൂത് പറയാം. നമ്മെ പരിഹസിക്കുന്ന, നമ്മെ ഒന്നും നോക്കിയിട്ട് നേരെ നോക്കിയിട്ടല്ലായിരിക്കും പറയുന്നത്, നമ്മെ രഹസ്യമായിട്ട് പറയാം. എന്താണ് നീ നേടിയത്, എന്താണ് നീ പ്രാപിച്ചത്, എന്താണ് നിനക്ക് കിട്ടിയത്, എന്താണ് എന്നൊക്കെ പറഞ്ഞ് നമ്മെ കളിയാക്കുന്നവരുടെ മന്ദിയെ ദൈവം ഒരു മഹത്വം നിനക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്, ഒരു ദൈവിക അനുഗ്രഹം. ഇതെന്താണെന്നോ, ഇത് സകല വീട്ടിലും കയറി ഇറങ്ങിയാ പറയുന്നത്. ഈ കളിയാക്കിയവരും, ഈ നിന്ദിച്ചവരും, ഈ പരിഹാസം പറഞ്ഞവരും, ഈ അപവാദം പറഞ്ഞവരും എല്ലാം ഇപ്പോ അറിയുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഈ പാത്രം കൊണ്ടുപോയി ഒരു എണ്ണ പകരുന്ന, തലമുറ ദൈവീക നന്മ പകരുന്ന, തലമുറ ദൈവീക നന്മ കാണുന്ന ഈ അനുഗ്രഹം എന്ത് ചെയ്യാണ്? ഈ ദേശത്തെ സകല മനുഷ്യരും കാണേണ്ടതിന് ദൈവത്തിന്റെ അത്ഭുത അടയാളം ആ ഭവനത്തിനകത്ത് വെളിപ്പെടുകയാ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കും ദൈവത്തിലെ നിന്നെ പരിഹസിച്ചവരും നിന്ദിച്ചവരുടെ മധ്യം നീ ഭാരപ്പെട്ട് എന്ത് ചെയ്യുമെന്ന് ഓർത്ത് നീ ഭാരപ്പെടുകയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നോട് പറയുക, ഒരു ദൂത് സാമേൻ കൈമാറുകയാ. നിനക്ക് വേണ്ടി കരുതുന്ന, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാ ഇന്ന് രാത്രി നാം ആയിരിക്കുന്നത്. സങ്കടപ്പെടേണ്ട കാര്യമില്ല, ഭാരപ്പെടേണ്ട കാര്യമില്ല. യഹോവ നമുക്ക് വേണ്ടി ഒരു വൻകാര്യം ചെയ്യുന്ന ദൈവത്തിന്റെ മുമ്പിലാ ഇന്ന് രാത്രിയിലായിരിക്കുന്നത്. കർത്താവ് കൈവിടുന്ന ദൈവമല്ല, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാ. നിന്റെ ആരിയ സങ്കടങ്ങളെ എന്നും സങ്കടമാക്കി തീർക്കുന്ന ദൈവമല്ല, നിന്റെ വിഷമങ്ങളെ ദൈവം മാറ്റുന്ന ദൈവം. നിന്റെ വിഷമങ്ങളെ എല്ലാം ദൈവം മാറ്റും, നിന്റെ സങ്കടങ്ങൾക്കെല്ലാം ദൈവം അറുതി വരുത്തും. ഇന്ന് രാത്രിയിൽ ആ ദൈവത്തിന്റെ മുമ്പിലായി ഇന്ന് രാത്രിയിലായിരിക്കുന്നത്. നിങ്ങൾ നോക്കണമേ, അങ്ങനെ പാത്രമെല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ട് ആരിയ സ്വന്തം വാതിൽ തുറന്നിട്ടല്ല അവൾ പകർന്നത്. എന്നാൽ എല്ലാവരും നാട്ടുകാരെല്ലാം കണ്ടോളാൻ പറഞ്ഞൊന്നുമില്ല. അവൾ അകത്ത് കയറി അവളും അവളുടെ തലമുറകളും മാത്രം കണ്ടാ മതി. ദൈവത്തിന്റെ പ്രവൃത്തി കാണേണ്ടത് നീയും നിന്റെ തലമുറയാ. തലമുറ മസ്റ്റായിട്ടും കാണണം. ഇന്ന് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത് തലമുറ കാണണം. ആ തലമുറ കാണുകയാ ദൈവത്തിന്റെ എണ്ണ പകരുന്നത്, പാത്രത്തിലേക്ക് പകരുന്നത്. പകർന്ന് കിട്ടുന്ന നന്മയെ കണ്ടിട്ട് എന്ത് ചെയ്യുക? ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കും ദൈവം ഇതിലെ ചില നന്മകൾ ദൈവം നമുക്ക് വേണ്ടി കരുതും.
നിന്നും ദൈവം നമുക്ക് വേണ്ടി, ദൈവത്തെ ആശ്രയിച്ച് വന്ന ആരെയും ദൈവം നിരാശപ്പെടുത്തിയിട്ടില്ല. ദൈവം ആരെയും, ഞാൻ പറയാം, ഈ യായിറോസ് എന്നൊരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നു. മാർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. 5-ാം അധ്യായം വായിക്കുമ്പോൾ ആമേൻ അവിടെ കാണുന്നു, യായിറോസ് യേശുവിന്റെ അടുക്കൽ വന്നു. യേശുവിന്റെ അടുക്കൽ വന്നിട്ട് യേശുവിനോട് പറയാ, യേശുവിനെ വിശ്വസിച്ച് വന്നതാ, യേശുവിനെ കാര്യങ്ങൾ അറിഞ്ഞു വന്നതാ. അപ്പൊ യേശുവിന്റെ അടുത്ത് വന്ന് യായിറോസ് നിൽക്കുമ്പോൾ, യായിറോസ് നിൽക്കുകയാണ് യേശുവിന്റെ അടുക്ക്. യേശുവിന്റെ അടുക്ക് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക. എന്റെ മകൾ മരിക്കാറായി കിടക്കുകയാണ്, യേശുവെ നീ എന്റെ ഭവനത്തിലേക്ക് ഒന്ന് വന്നാ മതി. യായിറോസ് ആരാന്ന് അറിയോ? യായിറോസ് വലിയൊരു സംഭവമാണ്, വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഒത്തിരി ആൾക്കാരും ജോലിക്കാരും ഒക്കെ ഉള്ള മനുഷ്യനാണ്. എന്നാൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ വിട്ടിട്ട് യേശുവിനെ ഇങ്ങോട്ട് വരാൻ പറയാം എന്നല്ല യായിറോസ് പറഞ്ഞത്. യായിറോസ് നേരിട്ട് കാണുക യേശുവിനെ, എന്ന് കണ്ട് വണങ്ങി, യേശുവെ നീ ഒന്ന് വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് യേശുവിന്റെ അത്ഭുതം എന്ത് ചെയ്തത്? അനുസ്വന്തം യേശുവിന്റെ വസ്ത്രത്തിൽ ഒരു സ്ത്രീ തൊട്ട് കഴിഞ്ഞപ്പോ ആ സ്ത്രീയിലേക്ക് യേശുവിന്റെ ശ്രദ്ധ തിരിഞ്ഞു. യേശുവിന്റെ ശ്രദ്ധ തിരിഞ്ഞിട്ട് യേശു ആ സ്ത്രീയോട് ചോദിക്കുക, എന്നെ തൊട്ടതാ എന്ന് പുരുഷാരത്തെ നോക്കി ചോദിക്കുക. ഞാൻ ചോദിക്കട്ടെ, തിരക്കുള്ള ബസ്സിൽ കയറിയിട്ട് എന്നെ ആരാ തൊട്ടതെന്ന് ചോദിച്ചാൽ അതിന് യാതൊരു പ്രസക്തിയുമില്ല. അനുസ്വന്തം തൊട്ട യേശുവിനറിയാം ആ സ്ത്രീ തൊട്ടെന്നും, തൊട്ടവർക്കറിയാം എന്നിലൊരു ശക്തി വന്നെന്ന്, എനിക്ക് സൗഖ്യമായെന്ന്. എന്നാൽ എന്തുകൊണ്ട്? നിങ്ങൾ വേദപുസ്തകം വായിച്ചു നോക്കിയേ, യേശു എങ്ങും ആരെയും പരിചയപ്പെടുത്തിയിട്ടില്ല, ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തിയിട്ടില്ല. പക്ഷെ യേശു ഇവളോട് ചോദിക്കുക, എന്നെ തൊട്ടത് ആരാണ്? എന്താ കാര്യം? അതിന് കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം, അവളെ അനുസരണം യഹൂദ നിയമമനുസരിച്ച് അവളെ കാണുന്നവരും ശപിക്കപ്പെട്ടവരാണ്. ശപിക്കമെന്ന് പറഞ്ഞ്, ശാപമെന്ന് പറഞ്ഞ് ലോകം ഒതുക്കി വെച്ചതിനെ ദൈവം പുറത്തു കൊണ്ടുവരിക. ഇന്ന് രാത്രി ലോകം ഒതുക്കുന്ന ചെലവിനെ ദൈവം പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രി നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ചിലതൊക്കെ ദൈവം നിന്നെ കൊണ്ട് ചെയ്യാൻ ഈ 2024 ചില അത്ഭുതങ്ങൾ ചെയ്യാൻ, ചില ദൈവപ്രവൃത്തി ചെയ്യാൻ, ചില ശുശ്രൂഷകൾ ചെയ്യാൻ, ചില ദൈവിക ദൂതുകൾ അറിയിക്കാൻ ദൈവം നിന്നെ ഉപയോഗിക്കുന്ന ദൈവമാണ്. ലോകം ഒതുക്കി വെച്ചിരിക്കുക. ചില മനുഷ്യരൊക്കെ നമ്മെ ഒതുക്കി വെച്ചിരിക്കുക. ചിലരൊക്കെ നമ്മളെ എന്ത് ചെയ്യുക? ഒതുക്കി വെച്ചിരിക്കുക. നീ ഇത്ര മതി, ഇത്രയും പരിമിതി നിന്നാ മതി, ഈ പരിമിതി പോയാ മതി എന്ന് പറഞ്ഞ് ഒതുക്കി വെക്കുന്ന മേഖലകളിൽ നിന്ന് തമ്പുരാൻ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ടല്ലേ അവൾ പുറത്തു വന്നു. അവളെ ഒതുക്കി വെച്ച ശാപമെന്ന് പറഞ്ഞത്, കൊള്ളില്ലെന്ന് പറഞ്ഞത്, ഒരു കാശിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞത്. നിങ്ങൾ നോക്കണമേ, ഒരു കാലത്ത് എന്നെ ഒതുക്കി വെച്ചൊരു കാലഘട്ടമുണ്ട്. കാരണം സംസാരമില്ലാത്ത ഊമനായി, ചെകിടനായി, സംസാരിക്കാൻ കഴിയാതെ ഒരു ഊമനും ചെകിടനുമായി ജനിച്ചു. സ്വന്തം 12 വയസ്സ് വരെ സംസാരിക്കത്തില്ല, ഊമനായിരുന്നു. വിദ്യാഭ്യാസം ചെയ്യാൻ കഴിഞ്ഞില്ല. ലോകം എന്നെ കണ്ടിട്ട് പറഞ്ഞു, ഇവനെ ഒരു കാശിനും കൊള്ളത്തില്ല, എന്നെ ഒതുക്കി ലോകം വെച്ചു. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, നിന്നെ ഒതുക്കാനല്ല, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈതലേ, നിന്റെ ക്വാളിറ്റിയോ, നിന്റെ വിദ്യാഭ്യാസമോ, നിന്റെ കഴിവോ, നിന്റെ സൗന്ദര്യമോ, ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കരങ്ങളിൽ നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ചിലതൊക്കെ ചെയ്യാൻ ദൈവം ഇന്ന് രാത്രിയിൽ നിന്നെ കൊണ്ട് ചെയ്യാൻ ദൈവത്തിന് ചിലത് ചെയ്യാൻ താല്പര്യമുണ്ട്. ഇന്ന് രാത്രിയിൽ മറഞ്ഞു നിന്നതിനെ, ഒളിഞ്ഞു നിന്നതിനെ ദൈവം പുറത്തു കൊണ്ടുവന്നിട്ട് ദൈവം പറയാ, അവളെ പരിചയപ്പെടുത്തുകയാണ്. എന്താ കാര്യം? അവള് ലോകം അവളെ ഒതുക്കി വെച്ചിരിക്കുക. ചിലരെയൊക്കെ ദൈവം പിശാച് ഒതുക്കി വെച്ചിരിക്കുക, ചില ലോകം ഒതുക്കി വെച്ചിരിക്കുക, ചില മനുഷ്യരെ ഒതുക്കി വെച്ചിരിക്കുക. എന്നാൽ ഇന്ന് രാത്രി ദൈവം പറയാ, നീ പുറത്തു വാ. നിനക്ക് വലിയ കൃപയൊന്നുമില്ല, നിനക്ക് പ്രാർത്ഥിക്കാനായിരിക്കും കൃപ, നിനക്ക് ആരാധിക്കാനായിരിക്കും കൃപ, നിനക്കൊരു പാട്ട് പാടാനായിരിക്കും കൃപ. നിനക്ക് കിട്ടിയ താലന്തിനെ അതിനെ വ്യാപാരം ചെയ്യാൻ ഇന്ന് രാത്രി നീ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ യഹോവയുടെ മഹത്വം നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ തലമുറയ്ക്കകത്ത് യഹോവയുടെ വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ ദൂത് വിളിച്ചു പറയുകയാണ്. ഇന്ന് രാത്രി നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ്. നോക്കിക്ക്, ലോകം ഒതുക്കി വെച്ചിരിക്കുക. പക്ഷെ തമ്പുരാൻ എന്ത് ചെയ്തു? പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ നോക്കണമേ, യേശുവിന്റെ വസ്ത്രം എങ്ങനെ തിരിച്ചറിഞ്ഞ് അവൾ തൊട്ടു. ഇനി ഒരു കാര്യമുണ്ട്, ഈ വസ്ത്രം അവൾ തൊടാൻ മറ്റൊരു കാര്യമുണ്ട്. യേശു അവളോട് പറഞ്ഞൊരു കാര്യം. ഇനി ഈ അമ്മാമ്മയെ നമ്മൾ ഒരു മീറ്റിങ്ങിന് വിളിച്ച അമ്മാവ പറയും, യേശുവിന്റെ വസ്ത്രം ഞാൻ കണ്ടു, എന്നോട് ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഈ രോഗമായിരുന്നു, ഞാൻ ഇങ്ങനെ പോയി. അപ്പൊ ആ അമ്മാമ്മ എന്നോട് പറഞ്ഞു, യേശുവിനെ കാണുവാണെങ്കിൽ വസ്ത്രം തൊടണം,
ഇവര് നേരത്തെ മത്തായിയുടെ സുവിശേഷത്തിൽ ചില ആൾക്കാർ ചെന്ന് തൊട്ടായിരുന്നു. അപ്പൊ അവര് അനുവാദം ചോദിച്ചു തൊട്ടു. ഇപ്പൊ നീ എന്നെ യേശുവിനെ കാണുവാണെങ്കിൽ എന്ത് ചെയ്യണം? ആ വസ്ത്രം ഒന്ന് കാണുമ്പോ തൊടണം. തൊട്ടാ ഉടനെ സൗഖ്യം ഉണ്ടാവും. ചിലർ വിചാരിച്ചേക്കുന്ന ഈ വസ്ത്രത്തിൽ ഏതാണ്ട് അത്ഭുതം നടക്കുന്ന ഒന്നുമില്ല. യേശു പറഞ്ഞു, നീ വസ്ത്രം, ഞാൻ ഈ അമ്മാമ്മയ്ക്ക് വസ്ത്രം അല്ലാതെ വേറൊരു കാര്യം പറയാനില്ല. പക്ഷെ യേശു പറഞ്ഞു, ഞാൻ ഈ വസ്ത്രം വേണേ, എന്റെ ഉടുപ്പ് വേണേ ഊരി തന്നേക്കാം, ഈ ഉടുപ്പിനകത്തൊന്നുമില്ല. ആമേൻ. നീ എന്നെ തൊട്ടപ്പം ഞാൻ നിന്നെ തൊട്ടു. ഇന്ന് രാത്രി മനസ്സിലാകുന്ന നോക്കുക, ദൈവത്തെ സ്തുതിക്കുക. അപ്പൊ വസ്ത്രത്തിലൊന്നും ഒരു കാര്യമില്ല. നാം യേശുവിനെ തൊട്ടപ്പോ യേശു നമ്മെ തൊട്ടു. യേശുവിനെയാ തൊടണ്ടേ. യേശുവാണ് പ്രധാനം. യേശുവിന്റെ വസ്ത്രത്തിൽ അവൾ തൊട്ടു. യേശു അവളെ അങ്ങനെയല്ല. യേശു അവളെ തൊട്ടപ്പം യേശുവിന്റെ വസ്ത്രത്തിൽ അവൾ തൊട്ടെങ്കിലും അവൾ ദൈവസാന്നിധ്യം വ്യാപരിച്ചു. യേശു അത് പറയാ, എന്നിൽ നിന്നൊരു ശക്തി നിന്നിലേക്ക് വന്നു. അത് വന്നതുകൊണ്ടാ കുഞ്ഞെ നീ സൗഖ്യമായത്. അല്ല, വസ്ത്രത്തിലല്ല വിഷയം ഇരിക്കുന്നത്. ഇന്ന് രാത്രി നമ്മൾ കാണാതെ പോകുന്ന ഒരു വിഷയം അതാണ്. യേശുവിനെ നമ്മൾ കാണണം. യേശുവിനെ തൊട്ടത് കൊണ്ടാ യേശു നിന്നെ തൊട്ടു. നിന്നെ തൊട്ടത് നീ അറിഞ്ഞില്ല. ആമേൻ. അനുസൃതം. ഇനി പിന്നെ നമ്മൾ വിദ്വാന്മാരാ. നമ്മൾ ഇത് വേണം മുച്ചോണ്ട് പോയിട്ട് പറയും, ഞാൻ ബുധനാഴ്ച ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്, നിങ്ങളും വരാമെങ്കിൽ തൊടാം. തൊട്ടാ സൗഖ്യമാവും. നമ്മൾ ആരാ മക്കളെന്നറിയോ? ഇതൊന്നും ആമേനത് വസ്ത്രത്തിലൊന്നും ഒരു കാര്യമില്ല കുഞ്ഞെ. യേശു നിന്നെ തൊട്ടു, യേശുവിനെ നീ തൊട്ടു, യേശു നിന്നെ തൊട്ടു. യേശുവിന്റെ ശക്തി നിന്നിൽ വ്യാപരിച്ചു. അത് മാത്രം തിരിച്ചറിയുക. നമ്മളിൽ യേശുവിന്റെ ശക്തി തിരിച്ച്. ഈ ചില ആൾക്കാർ വരുന്നതെന്ന് ഈ പുരുഷാരമെല്ലാം നിൽക്കുന്ന ഒത്തിരി പുരുഷാരമുണ്ട്. ചിലരൊക്കെ അപ്പം തിന്നാൻ വരുന്ന പുരുഷാരമുണ്ട്. അപ്പം മാത്രം മതി അവർക്ക്. അപ്പത്തിനാണ് അതിനെന്ന് പ്രാർത്ഥന കഴിയും. എന്ത് ചെയ്യും? ഞാൻ പണ്ടത്തെ പഴയ ആൾക്കാരുടെ ആമേന പാട്ടൊക്കെ ഉണ്ട്. ബന്ധക്കോസിച്ച് വേണം കപ്പയും മീനും തിന്നൊക്കെ ഉള്ള പാട്ട് കളിയാക്കി പാടുന്ന ചില മേഖലകളൊക്കെ ഉണ്ട്. ആൾക്കാർ കളിയാക്കി പാടും. കാരണം ഈ ബന്ധക്കോസി വന്നു കഴിയുമ്പോഴത്തെ എന്ത് ചെയ്യുക? പണ്ടൊക്കെ ഇലവെട്ടി ആമേൻ വീട്ടുപ്രാർത്ഥനയ്ക്കൊന്നും ആളില്ല. ആമേൻ പണ്ട് സഭാചാരണിക്ക് ആളില്ല, വീട്ടുപ്രാർത്ഥനയ്ക്ക് ആൾ വരും. എന്നാന്ന് വെച്ചാൽ നല്ല വെറൈറ്റി ആയ ഫുഡ് കഴിക്കാം, നന്നായിട്ടുണ്ട്, എല്ലാവരും വരും. ആമേൻ. ഇപ്പൊ പിന്നെ അതിനും ആളില്ല. ആമേൻ. പിന്നെ ഇപ്പൊ എല്ലാം ജവക്കോട്ടയില്ല. ആമേൻ. മരിച്ച ആളിന് മണ്ണും. ആമേൻ. നമുക്ക് മരിച്ച ആളിനെ മണ്ണിട്ടേച്ച് നമുക്ക് മണ്ണും തിന്ന് നമ്മൾ ചായയും കുടിച്ച് കാപ്പിയും കഴിച്ച് ചെറിയൊക്കെ പൊടിയും കൊണ്ട് കവറിനകത്ത് വെച്ച് പോകുന്ന കാണാം. ഈ അവസ്ഥയൊക്കെ ഇവിടുത്തെ അവസ്ഥ. അനുസൃതം. എന്താ കാര്യം? ഇങ്ങനെ ഒരു വല്ലാത്ത പരുവത്തിൽ എന്ത് ചെയ്യുക? നമ്മുടെ ആഗ്രഹം ആകാരം ഒന്നുമല്ല. പിന്നെ വേറെ കുറച്ചു കൂട്ടരുണ്ട്. ഇവര് അത്ഭുതം കാണാൻ വന്നവരാ. ഇവർക്ക് യേശുവിന്റെ അത്ഭുതം കണ്ടാൽ മതി. എന്താ ചെയ്യുന്നത്, എന്തൊക്കെയാ അവിടെ നടക്കുന്നത്, എന്തോ പരിപാടിയാ, എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് അവരുടെ ചിന്ത. ഇനി മറ്റു ചിലരുണ്ട് യേശുവിനെ കൊടുക്കാൻ വന്നവർ. അവർക്കും അവരുടെയും ചിന്ത ചെയ്താ. പക്ഷെ ഇന്ന് രാത്രി ഇവരെ ഒന്നും അല്ല യേശുവിനെ കാണണ്ടേ. യേശു പറയാ, എന്നെ കാര്യത്തോടും കാര്യബോധത്തോടും തൊട്ട ഒരു സ്ത്രീയുണ്ട്. ഇന്ന് രാത്രി കാര്യത്തോടെ തൊടുന്നവർക്ക് വിടുതലുണ്ട്. ഇന്ന് കാര്യാവസ്ഥയോടെ പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യന് വിടുതലുണ്ട്. ഇന്ന് രാത്രി നമ്മുടെ അവസ്ഥ എന്താണ്? നാം എന്തിനാണ് ഭാരപ്പെടുന്നത്? നാം എന്തിനാണ് വന്നത്? നാം എന്തിനാണ് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്? ഇന്ന് രാത്രിയിൽ ആ വിഷയത്തിൽ വന്ന ദൈവവൈദ്യരെ എന്തിനാ? ഒരു ചെറിയ സൗഖ്യത്തിനാ വന്നത്. പക്ഷെ അവൾ നനച്ചതിലും ചോദിച്ചതിലും അപ്പുറത്തൊരു ദൈവിക വിടുതൽ അവരുടെ ശരീരത്ത് ദൈവം വെളിപ്പെടുത്തുകയാ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവവൈദ്യരെ അവളോട് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? ബാധ ഒഴിഞ്ഞു, നീ സ്വസ്ഥമാകുക എന്ന് പറഞ്ഞാൽ ഇതുവരെ നിന്നെ അലട്ടിക്കൊണ്ടിരുന്നത് രോഗമല്ല കുഞ്ഞെ, നിന്നെ ബാധയെ അലട്ടിക്കൊണ്ടിരുന്നത്. ബാധയാണെങ്കിൽ എന്നാ മെഡിസിൻ കഴിച്ചാലും പോവില്ല. ബാധയാണെങ്കിൽ രോഗം പോവില്ല. അത് കാരണം എന്നാ? ഇതിങ്ങനെ നമ്മളെ കാർന്നു നിന്നുകൊണ്ടിരിക്കുക. ഇത് നമ്മെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ബാധ എന്ത് ചെയ്തു? അവളിൽ നിന്ന് ഒഴിഞ്ഞു. അവൾ സ്വസ്ഥമായി. ഇന്നലകളിൽ സ്വസ്ഥതയില്ലാതെ ഭാരപ്പെട്ട് ഒതുങ്ങിയിരിക്കുക. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇത്രയും സംഭവിക്കുമ്പോൾ യായിറോസ് വന്നു. ആ മനുഷ്യന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറയാം, നീ ഇനി യേശുവിനെ ശല്യപ്പെടുത്തണ്ട, നിന്റെ മകൾ മരിച്ചുപോയി, നിന്റെ മകൾ ഇനി ജീവിക്കില്ല, മരിച്ചുപോയി എന്ന് പറയുമ്പോൾ യേശു, നിങ്ങളും ശ്രദ്ധിച്ചോ, ആ വാക്യം നിങ്ങൾ വായിച്ചു നോക്കണം. അത് പുതുമാനം നിങ്ങൾ വായിക്കണം. അവിടെ യേശു തിരിഞ്ഞിട്ട് യേശുവിനോടല്ല പറഞ്ഞത്, ചെവി വന്നിട്ട് യായിറോസിനോടാ പറഞ്ഞത്, നിന്റെ മകൾ മരിച്ചുപോയെന്ന്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവം എതിരെ നിന്നെ മറക്കുന്ന ദൈവമല്ല എന്റെ ദൈവം. നിന്റെ പ്രാർത്ഥന മറക്കുന്നവനല്ല, നിന്റെ യാചനയ്ക്ക് മറഞ്ഞിരിക്കുന്നവനല്ല. നീ കൊടുത്തിരിക്കുന്ന, നീ യാചിച്ചിരിക്കുന്ന, നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെല്ലാം തമ്പുരാന്റെ പദ്ധതിയിലുണ്ട്, ദൈവത്തിന്റെ പക്കലുണ്ട്. എത്ര ആയിരങ്ങൾ വന്നാലും അതിന്റെ ഇടയിൽ കയറിയാലും ദൈവം നിന്നെ മറക്കത്തില്ല. യായോസോഫ് എന്നെ ദൈവം മറന്നു, യേശു എന്നെ മറന്നെന്നാ വിചാരിച്ച. ഇല്ല കുഞ്ഞെ, യേശു മറന്നിട്ടില്ല. യേശു തിരിഞ്ഞിട്ട് യായോസിനോട് പറയാ, നിന്റെ മകൾ മരിച്ചിട്ടില്ല. സ്വന്തം അവൾ ഉറങ്ങുകയാ, അവൾ മരിച്ചിട്ടില്ലെന്നാ പറഞ്ഞേ. ഇന്ന് രാത്രിയിൽ യേശുവിനോട് പറഞ്ഞില്ല, പക്ഷെ യായോസിനോടാ പറഞ്ഞേ. യായോസ്
പറയാ യേശുവിന്റെ അടുത്ത് യേശു യായറോസിനോട് പറഞ്ഞു, നീ എന്റെ മകൾ മരിച്ചിട്ടില്ല. യായറോസും യേശുവും കൂടെ ആ വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോ ഒത്തിരി ബന്ധങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക വീട് മൊത്തം. വീട്ടിനകത്ത് മൊത്തം ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. വീടിനകത്ത് അമ്മയും കുഞ്ഞമ്മയും അമ്മായും അന്ന് വേണ്ട ബന്ധുക്കാരെ കൊണ്ട് അങ്ങനെ നിറഞ്ഞിരിക്കുക. കാരണം കുഞ്ഞിന് വേണ്ടി വയ്യാതെ കിടക്കുകയല്ലേ, അതിനെ കാണാൻ വന്നതാ. ഒത്തിരി ബന്ധങ്ങൾ അകത്തുണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, ബന്ധങ്ങളെ എല്ലാം നോക്കിയിട്ട് യേശു പറഞ്ഞു, ഞാൻ അകത്ത് വരണമെങ്കിൽ ചില ബന്ധങ്ങളെല്ലാം പുറത്തു പോകണം. യേശു അകത്തളങ്ങളിലേക്ക് നമ്മൾ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ചില ബന്ധങ്ങൾ പുറത്തു പോയേ മതിയാവുള്ളൂ. ഇന്ന് രാത്രി യേശു അകത്തു വരുമ്പോൾ ചിലതൊക്കെ പുറത്തു പോകും. യേശു അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന് രാത്രി യായറോസ് പറഞ്ഞില്ല, എന്റെ ബന്ധങ്ങൾ അതവിടെ ഇരുന്നോട്ടെന്നല്ല പറഞ്ഞത്. യേശു പറഞ്ഞു, യായറോസ് പറഞ്ഞു, എനിക്ക് യാതൊരു ബന്ധത്തിനല്ല പ്രാധാന്യത, എന്റെ തലമുറയുടെ വിടുതലിനാ പ്രാധാന്യത. ഇന്ന് രാത്രി ചോദിക്കുന്നതിന് ഒരു സൗഖ്യമായി ചോദിച്ചതെങ്കിൽ ജീവനാ കൊടുത്തത്. ആനിസ്വന്തം സർവ്വതയും എന്ത് ചെയ്തു? യായറോസ് പുറത്താക്കി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ആവശ്യബോധമുള്ളവൻ വീട്ടിൽ കൊണ്ടുവന്നത് യേശുവിനെ. ഇന്ന് രാത്രി അവൻ പറഞ്ഞു, യേശു പറയാ, ഞാൻ അകത്തു വരണമെങ്കിൽ ബന്ധങ്ങൾ പുറത്തു പോകണം. ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ യേശുവിന് പ്രവർത്തിക്കാൻ കഴിയില്ല. നാം ഏതെങ്കിലും ആവശ്യമില്ലാത്തതായ ചിന്തകൾ നമ്മളിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അതെല്ലാം പുറത്തു പോകണം. യേശു അകത്തു വരും. ചിലതൊക്കെ ചെയ്യാൻ, ചിലത് ജീവിപ്പിക്കാൻ. അസാധ്യമെന്ന് ചിന്തിച്ചത്, ഇനി തീർന്നുവെന്ന് വിചാരിച്ചത്, ഇനി ഉയരില്ലെന്ന് വിചാരിച്ചത്, ഇനി രക്ഷയില്ലെന്ന് വിചാരിച്ചത്, അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം എന്ത് ചെയ്യും? ആ മേഖലകളെല്ലാം ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ തൊടുകയാ. ഇന്ന് രാത്രി ദൈവശക്തി അതിന്റെ മേൽ വ്യാപരിക്കുകയാ. യഹോവയുടെ മഹത്വം നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാ. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാം. ആ ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ചവരെ ഓർത്ത് ആ ബാലയെ എഴുന്നേൽക്ക എന്ന് യേശു പറഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റു. ഇന്നലെ ചോദിച്ചത് എന്താ? ഒരു സൗഖ്യമാണ് ചോദിച്ചത്, ഒരു വിടുതലാണ് ചോദിച്ചത്. പക്ഷേ കൊടുത്തത് ഒരു പുതിയ ജീവനാണ്. പുതിയ ശരീരമാണ്. സ്വന്തം അവൾക്ക് ദൈവത്തിന്റെ മഹത്വമാണ് യായറോസിന് വെളിപ്പെട്ടത്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ കേൾക്കണം, ഞാൻ പറഞ്ഞ ഏലീശായുടെ പ്രവാചകന്റെ ഭാര്യ ഇത് എണ്ണയെല്ലാം പകർന്നു. ഈ എണ്ണയെല്ലാം പകർന്നു വെച്ചിട്ട് ഇതെല്ലാം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? പാത്രം നിറഞ്ഞു വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വിറ്റെന്നല്ല വായിക്കുന്നത്. പറഞ്ഞവനോട് അറിയിക്കാതെ സ്വന്തം ആലോചന പ്രകാരം ചെയ്തു എന്നല്ല അതിന്റെ അർത്ഥം. അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ഓടി ചെന്നിട്ട് എന്ത് ചെയ്യുക? ഏലീശായൊക്കെ പറയാ, പ്രവാചകനെ, അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഏലീശ പറയുന്നൊരു പദപ്രയോഗമാണ് നമ്മുടെ പ്രസംഗത്തിന്റെ പ്രസിദ്ധ ഭാഗം. അവിടെ എന്ത് ചെയ്യുക? ഏലീശ പറയാ, നീ ഇതെല്ലാം വിറ്റ് നിന്റെ കടം വീട്ടുക, ബാക്കിയുള്ളത് നീ ഉപജീവനം കഴിക്കുക. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഉപജീവനത്തിന്റെ മാർഗം അവൾ ചോദിച്ചില്ല. അവൾ ചോദിച്ചത് എന്തുവാ? കടബാധ്യതയാണ്. അവിടെ പ്രശ്നങ്ങൾ കടമായിരുന്നു. എന്നാൽ അവൾക്ക് കൊടുത്തത് എന്തുവാ? ഏലീശ ഉപജീവനത്തിനുള്ള മാർഗം. ഇന്ന് രാത്രിയിൽ ഉപജീവനത്തിനുള്ള മാർഗം ദൈവം തുറന്നു കൊടുത്തു. നമ്മൾ രൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. രൂത്ത് എന്ത് ചെയ്തു? മോവാബ് ദേശത്ത് പാർത്തവള. അവൾ നഹോമിയുടെ കൂടെ വന്നു. ആ ഭാഗമെല്ലാം നിങ്ങൾക്കറിയാം. അവിടെ നിന്ന് വന്നിട്ട് അവൾ എന്ത് ചെയ്തു? ഇസ്രായേലിന്റെ നിയമമനുസരിച്ച്, യഹൂദ നിയമമനുസരിച്ച് വിതപ്പാനും കൊയ്യുവാനും ഒന്നും അനുവാദമില്ല, വിധവമാരും പരദേശികൾക്കും ഒന്നും. എന്നാൽ ഇന്ന് രാത്രിയിൽ അവളോട് നഹോമി പറയാ, ഇവിടെ പിറക്കാം, പോയി ഒരു വയല് കണ്ടെത്തണം, ആ വയലിൽ ചെന്ന് പിറക്കണം എന്ന് പറഞ്ഞ് ചെന്ന് പിറക്കാനായിട്ട് അനുവാദം ചോദിച്ചു. ചുമ്മാ വയലിലേക്ക് കയറുവല്ല, എന്നാ അവൾക്ക് കയറാം. ചുമ്മാതെ ചോദിക്കൊന്നും വേണ്ട, കയറാം. എന്നാ കാര്യം? അവൾ ഒരു വിധവയാണ്. വിധവയ്ക്ക് പിറക്കാൻ അനുവാദമുണ്ട്. പക്ഷേ അവൾ എന്നിട്ടും എന്ത് ചെയ്തു? അനുവാദം ചോദിച്ചു. വിഷയങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടാ കയറിയത്. ചെന്ന് പിറക്കി. വേദപണ്ഡിതന്മാർ അല്ലെങ്കിൽ വേദപുസ്തകം പറയുന്നു, ഭാഗ്യവശാൽ ജൂത്ത് ബോബസിന്റെ വയലിൽ വന്നു. ഞാൻ പറയുന്നു ഭാഗ്യവശാൽ അല്ല, അവൾ കൃപയാലാണ് വന്നത്. ഇന്ന് രാത്രിയിൽ അറിയിക്കാത്ത ദൈവിക ദാനം, അറിയിക്കാത്ത ദൈവിക മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുകയാ. ഇന്ന് രാത്രി നാം അനുവാദം ചോദിച്ചവൾ കയറി. ഇന്ന് രാത്രി നമുക്കൊരു കാര്യം അറിയാമോ? ബോബസ് വന്നിട്ട് അവളോട് കരുണ കാട്ടിയത് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നു. അവൾ എന്താ അനുവാദം ചോദിച്ചത്? പിറക്കാൻ അനുവാദം ചോദിച്ചത്. പക്ഷേ പിറക്കാനാണോ അവൾക്ക് കിട്ടിയത്? അവൾ ചോദിച്ചതിലും അവൾ നനച്ചതിലും
ഒക്കെ അധികമായിട്ട് അവളോട് പറയുക, ആമേൻ, നിനക്ക് വിശക്കുന്നെങ്കിൽ ഇവിടെ ആഹാരം കൊണ്ട് കഴിച്ചോണം, ദാഹിക്കുന്നെങ്കിൽ വെള്ളം കുടിച്ചോണം. ആമേനാലി സ്വതന്ത്രം. ചിലതൊക്കെ വലിച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു. ആമേനാലി അവളോട് കരുണ കാട്ടുന്ന ഒരു ദൈവം. ഇന്ന് രാത്രിയിൽ ദൈവവൈതലേ, ചിലരത്തൊക്കെ ദൈവം നമുക്ക് കരുണ കാട്ടുന്നത്, ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടുന്നത് ഇന്ന് രാത്രിയിൽ ആമേനാലി ചോദിക്കുന്നതിനപ്പുറമായി കരുതുന്ന ഒരു ദൈവത്തിന്റെ മുമ്പില് നീ ആരോടും പരിഭവം കാട്ടണ്ട, ആരോടും ഒന്നും പറയണ്ട, ആരുടെ അടുത്ത് നിന്റെ സങ്കടങ്ങൾ പറയണ്ട. ദൈവമക്കളെ, മനുഷ്യന്റെ മുമ്പിൽ കരയരുത്, നീ മനുഷ്യന്റെ മുമ്പിൽ സങ്കടം പങ്കുവെക്കരുത്. ഇന്ന് രാത്രി നീ പങ്കുവെക്കാൻ പറ്റിയ ഒരു സ്ഥലം ദൈവത്തിന്റെ മുമ്പിലാണ്. നീ അവനിൽ ആശ്രയിക്ക്, അവന്റെ മുമ്പിൽ നീ മുഴങ്കാല് മടക്ക്, നീ അവന്റെ മുമ്പിൽ യാചിക്ക്, അവന്റെ മുമ്പിൽ കരയ്, അവന്റെ മുമ്പിൽ നീ ഇന്ന് രാത്രി നിലവിളിക്കാൻ തയ്യാറാകുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയാ, നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായി നീ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, ഇന്ന് രാത്രി അത് തരുവാൻ ശക്തനായ ഒരു ദൈവത്തിന്റെ മുമ്പിലാ ഇന്ന് രാത്രിയിൽ നീ ആയിരിക്കുന്നത്. നിന്റെ സങ്കടം ഏതുമാകട്ടെ, നിന്റെ വിഷയങ്ങൾ ഏതുമാകട്ടെ, എത്ര വലിയ പ്രശ്നങ്ങളാകട്ടെ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിലെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് ഇന്ന് രാത്രിയിലായിരിക്കുന്നത്. കണ്ടോ, വലിച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞു. എന്നാൽ നിങ്ങൾ നോക്കണമേ, പഴയ പിറക്കുകാരവിടെ ഉണ്ട്, അവരോട് ഒരു കരുണയും അവൻ കാണിച്ചിട്ടില്ല. പഴയ ആൾക്കാരവിടെ ഉണ്ട്, എന്നാൽ അവരോടൊന്നും കാണിക്കാത്തൊരു ദയ അവളോട് കാണിക്കുകയാ. ഇന്ന് രാത്രിയിൽ നമ്മളോട് ചിലതൊക്കെ ദൈവം ദയ കാണിച്ചതാ. ഇന്ന് രാത്രിയിൽ നമുക്ക് സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? ദൈവം നമ്മെ നടത്തിയ വഴികൾ, നമ്മെ നിർത്തിയ വഴികൾ ഇന്ന് രാത്രി നാം ചിന്തിച്ചാൽ, ദാവീദ് പെട്ടകത്തിന്റെ മുമ്പിൽ നൃത്തം ചെയ്തപ്പോൾ മീകൾ പറയുക, നീ രാജാവായിരിക്കെ ഇങ്ങനെയൊക്കെ നൃത്തം ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? നീ രാജാവല്ലയോ, രാജപരമ്പരയെ ജനിച്ചില്ലയോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുമ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം, നാദിയ, നീ അങ്ങനെ പറയത്തുള്ളൂ, നിനക്കറിയില്ല എന്റെ ദൈവത്തിന്റെ മഹത്വം എന്തെന്ന്. നാദിയ, മർണഭാഷങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനയും സങ്കടവും ഞാൻ അനുഭവിച്ചു. ആ സമയത്ത് എന്നെ വിടുവിച്ച ദൈവം, ആ ദൈവത്തിന്റെ മുമ്പിൽ നൃത്തം ചെയ്യുന്നതിനൊന്നും ഒരു മടിയുമില്ല. ഇന്ന് രാത്രി സ്തുതിക്കാതിരിക്കാൻ കഴിയുമോ? ഇന്ന് രാത്രിയിൽ ഇന്നലകളിൽ നിന്നെ തകർത്ത് കളയേണ്ടതിന്, ഇന്നലകളിൽ ഉന്മൂലനം ചെയ്യേണ്ടതിന് പിശാചിന്റെ പോരാട്ടം നമ്മുടെ ജീവിതത്തിന് നേരെ വന്നപ്പോൾ, നമ്മുടെ വഴികൾക്ക് നേരെ വന്നപ്പോൾ, നമ്മെ തകർത്ത് കളയുമെന്ന് വെല്ലുവിളിച്ച സ്ഥാനത്ത് ദൈവം നിലനിർത്തിയ ദൈവത്തിന് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി ആ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇന്ന് രാത്രി ആ ദൈവത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഇന്ന് രാത്രിയിൽ നോക്കിക്കേ, ആ വയലിന്റെ ഉടമസ്ഥയായി മാറി. അവൾ ചോദിച്ചത് എന്താണ്? ഒന്ന് പിറക്കാനാണോ ഇപ്പൊ കൊടുത്തത്? ഒരു ചിലതൊക്കെ അവൾക്ക് തീരാധാരമായി എഴുതുകയാ. ഇന്ന് രാത്രിയിൽ അപ്രത്യക്ഷമായ ചിലതൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മധ്യേ വെളിപ്പെടുകയാ. ഇന്ന് രാത്രി ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അധികം തരാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാ ഇന്ന് രാത്രിയിലായിരിക്കുന്നത്. ദൈവവൈതലേ, ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഞാൻ എന്റെ വാക്കുകൾക്കൂടെ വിരാമം കുറിക്കുകയാ. ഇന്ന് രാത്രിയിൽ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രിയിൽ ദൈവവേദനയെ നീ ചോദിക്ക്, നീ ദൈവത്തിന്റെ മുമ്പിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്ക്. നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിന്റെ പ്ലാനുകൾ. അതുകൊണ്ടാണ് 20-ാം സങ്കീർത്തനം, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്ന് നിനക്ക് നൽകട്ടെ. എന്താണ് കുഞ്ഞെ നിന്റെ ആഗ്രഹം? ഒരു കൊച്ച്, നമ്മൾ കുഞ്ഞായിരിക്കുന്ന കുഞ്ഞിന് നമ്മൾ എന്ത് കൊടുത്താലും അത് കഴിക്കും. സ്വന്തം. ചിലതൊക്കെ മസിൽ പിടിച്ച് അത് വാ പൊട്ടിപ്പിടിക്കും. എന്താ കാര്യം? അതിന് ഇഷ്ടമില്ലെന്നാ അതിന്റെ അർത്ഥം. എന്നാലും നമ്മൾ വാ ഞെക്കിപ്പിടിച്ച് അതിനകത്ത് എന്ത് ചെയ്യും? നിറയ്ക്കും. പലപ്പോഴും അങ്ങനെയാ. എന്നാൽ ഒരു വലുതായി കഴിയുമ്പോൾ ആ കുഞ്ഞ് സംസാരിക്കാനും പ്രതികരിക്കാനും തുടങ്ങിക്കഴിയുമ്പം അവൻ പറയും, എനിക്കത് വേണ്ട, എനിക്കിത് വേണ്ട, എനിക്ക് ഇന്നത് മതി, എനിക്ക് അതാണ് ആവശ്യം. ഇന്ന് രാത്രിയിൽ നമ്മുടെ ആഗ്രഹമാണ് ദൈവത്തിന്റെ മുമ്പിൽ നാം സമർപ്പിക്കേണ്ടത്. ഇന്ന് രാത്രി ചോദിക്ക്, ദൈവമേ, എന്റെ ഭാവി എന്തായി, എന്റെ വിഷയം എന്തായി? നീ നിന്റെ വചനം പറയുന്നു, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായി തരാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം